അതായത് ഒരു ബൊമ്മ പോലൊരു നായിക, ജസ്റ്റ് ഒരു ഐ ക്യാൻഡി മാത്രമായിട്ട് ഒരു കാണാൻ കൊള്ളാവുന്ന ഒരു നായികനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു ഹിറ്റ് പാട്ട് ഇൻസ്റ്റയിലും റീൽസിലും എല്ലായിടത്തും ട്രെൻഡിങ് ആവണം, സിനിമേനെ പറ്റി നാലാൾ അറിയണം. അതിനുവേണ്ടി മാത്രം ഒരു നായകനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു തരത്തിലും സിനിമയിൽ അവർ കൺവിൻസിംഗ് ആയിട്ട് റോൾ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു ഐ ക്യാൻഡി അത്ര മാത്രം. വരുന്നു പോകുന്നു, പാട്ട് പാടുന്നു പോകുന്നു, അത്രേ ഉള്ളൂ. ഒരു തരത്തിലും അവർ ഇമോഷണൽ കണക്റ്റോ നമുക്ക് ആ നായിക ഇവരാണ് ഇതിൽ വലിയൊരു പിവട്ടലായിട്ടുള്ള ക്യാരക്ടർ ചെയ്യാനുള്ളത് എന്നൊരു ഫീലിംഗ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് വരാം, നായകനെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക, ഒരേ എക്സ്പ്രഷൻ ത്രൂ ഔട്ട്, ക്യൂട്ട്നെസ് വാരി വെതറ. അവർക്ക് പകരം ഒരു ടെഡി ബെയറിനെ കൊണ്ടുവന്ന് വെച്ചാലും ഈ സിനിമയിൽ ഒരു തരത്തിലുള്ള മാറ്റം ഉണ്ടാകുമെന്ന് പോകുന്നില്ല. നായിക ഇറലവൻ്റ് ആയിട്ടുള്ള ഒരു നായികയാണ്, ഒരു കഥാപാത്രമാണ്. ഓൺ പേപ്പർ അവർ വലിയൊരു ക്യാരക്ടറാണ്, പക്ഷേ സിനിമയിലെടുത്ത് വന്നപ്പോൾ ഒരു തരത്തിൽ ലിപ്സിങ്ക് എങ്കിലും ഒന്ന് ശരിയാക്കി കൂടെ മിസ്റ്റർ ഡിജോ? എപ്പോഴും ഉള്ളൊരു പരിപാടിയാണ് മലയാള സിനിമയിൽ വേറെ ഭാഷയിലുള്ള ഒരു ആക്ട്രസിനെ കൊണ്ടുവരാം, എന്നിട്ട് അവരെ കൊണ്ട് കഷ്ടപ്പെട്ട് മലയാളം പറയിപ്പിക്കുക. അറ്റ്ലീസ്റ്റ് അവരോട് ലിപ്സിങ്ക് എങ്കിലും ഒന്ന് കറക്റ്റാക്കിയിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും അരോചകമായിട്ട് തോന്നില്ലായിരുന്നു. ഇത് ഇവർ വരിക, നമ്മുടെ നായകനായിട്ട് ഒവിനോനെ ഇങ്ങനെ നോക്കിയിരിക്കുക, ഫുൾ ആ ഒരു ചിരി മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം. അത്രയ്ക്ക് അരോചകമായിരുന്നു ആ നായികയുടെ പോർഷൻസ് എല്ലാം. ഭാഗ്യത്തിന് ആ സീൻസ് ഒരുപാട് ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് ഒരു ഷോർട്ട് ലിവ്ഡ് ക്യാരക്ടറായിരുന്നു. അതുകൊണ്ട് മാത്രം പിന്നെയും കുഴപ്പമില്ല എന്ന് വയ്ക്കാം.